അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ക്ഷമയോടെ കേട്ടുകൊണ്ട് മറുപടി പറയാതെ പ്രതികരിക്കാതെ സന്തോഷത്തോടു കൂടെ മുമ്പോട്ട് പോകാനുള്ള വലിയ മനസ്സ് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ സ്നേഹസംഗമത്തിലൂടെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നെ ഞാനാക്കുന്നതിൽ കഞ്ഞി തന്നു, വെള്ളം തന്നു, ഭക്ഷണം തന്നു, കിതാബോധി തന്നു, ഒന്നും അറിയില്ലെങ്കിലും കിതാബോധി തന്ന് ആ പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് അക്ഷരം പഠിച്ചിട്ടുണ്ട് പടച്ച തമ്പുരാനെ. എന്നെ സഹായിച്ച, ഞങ്ങളെപ്പോലുള്ളവരെ സഹായിച്ച ആളുകൾ ആ മീസാൻ കല്ലുകളുടെ ചുവട്ടിലുണ്ട്. അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത്തരം നല്ല സംരംഭങ്ങളുമായി വന്ന നിങ്ങളെ എല്ലാവരെയും, കാട്ടിലങ്ങാടി ന്യൂസ് ലൈവിന്റെ മുഴുവൻ പ്രവർത്തകന്മാരെയും അഭിമാനപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ നല്ല തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ, മറ്റുള്ളവർക്ക് ഇത് പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസകൾ നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യം ഉരുവിട്ടുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ നിങ്ങളുടെ മഹല്ലുകാരൻ നമ്മുടെ പ്രിയപ്പെട്ട ആദവനാടി മുഹമ്മദ് കുട്ടി സാഹിബും ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റുള്ള സുഹൃത്തുക്കൾക്ക് എൻ്റെ വിനീതമായ നന്ദി. അഭിവന്ദ്യരായ വേദിയിൽ സന്നിധരായിട്ടുള്ള ഈ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച കാട്ടിലങ്ങാടി PMSA ഓർഫനേജിന്റെ ജനറൽ സെക്രട്ടറിയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭ വ്യക്തിയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിയോജകമണ്ഡലത്തിന്റെ പ്രസിഡന്റുമായ ശ്രീ മുഹമ്മദ് അലി സാഹിബ് അവറുകളെ, കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകനും പുതിയ യുവതയെ സൽപാന്താവിലേക്ക് നയിക്കാനും ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പ്രാഗൽഭ്യമുള്ള പ്രഭാഷണത്തിന്റെ ഉടമ, നമ്മുടെ പ്രദേശത്തുകാരൻ കൂടിയായ പ്രിയപ്പെട്ട സുലൈമാൻ സാഹിബ് മേൽപ്പത്തൂർ, പ്രിയപ്പെട്ട ന്യൂസ് ലൈവിന്റെ സാരഥികളെ, വേദിയിലുള്ള പ്രമുഖരെ, ശ്രോതാക്കളായ ചെറുപ്പക്കാരെ, പൗരപ്രമുഖരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ ഊഴം കാത്തിരിക്കുന്ന നിങ്ങളോട് അതിനിടയിൽ വൃഥാവിലാക്കുന്ന ഒരു സംസാരം സംസാരിച്ച് സമയം കളയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ സമയം അതിന് ഉപയോഗപ്പെടുത്തുന്നില്ല. നന്മയുടെ പാതയിലേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കാട്ടിലങ്ങാടി ന്യൂസ് ലൈവിന്റെ പ്രവർത്തനം നാടിന് ആവശ്യമാണ്. ഇത്തരം ചെറുപ്പക്കാരുടെ കൂട്ടായ്മ നന്മയിലേക്കുള്ള നമ്മൾ ഒന്നിച്ചുള്ള പ്രയാണത്തിന്റെ തുടക്കമാണ്. ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും നല്ലവരായി വളരാനും നന്നായി പെരുമാറാനുമുള്ള ഈ നമ്മോടുള്ള ഉപദേശം കൃത്യമായും ഗ്രഹിക്കാനും ചിന്തിക്കാനും ജീവിതത്തിൽ പകർത്താനും മുഴുവൻ ആളുകളും തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ലൈവിന്റെ ഈ മഹത്തായ സന്ദേശ പ്രചരണത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹി നഹ്മദുഹു വനസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ മഹാസംഗമത്തിന്റെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട സി മുഹമ്മദ് അലി സാഹിബ് അവറുകളെ, ഇവിടെ നമ്മളോട് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ച പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടി സാഹിബ് അവറുകളെ, മറ്റു വേദിയിലിരിക്കുന്ന ഈ നാടിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും യശസ്സും എല്ലാ അർത്ഥത്തിലും ഔന്നത്യമാർന്നവരുമായ പ്രധാനികളായ വ്യക്തിത്വങ്ങളെ,
എല്ലാറ്റിലുമുപരി എൻ്റെ നാട്ടുകാരായ, എൻ്റെ പ്രദേശത്തുകാരായ പ്രിയപ്പെട്ട കാരണവന്മാരെ, പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മറ്റ് സഹോദര മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളെ, വളരെ ബൃഹത്തായ ഒരു പരിപാടിയുമായി ബന്ധപ്പെടുത്തിയാണ് പ്രിയപ്പെട്ട ഈ കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഉദ്ഘാടന കർമ്മത്തിൽ തന്നെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ, പ്രിയപ്പെട്ട മുമാലിക്ക സൂചിപ്പിച്ചതുപോലെ, എല്ലാ വശത്തിനും ഒരു നന്മയുണ്ട്, അതോടൊപ്പം ഭീകരമായ തിന്മയുമുണ്ട്. ഈ ലോകത്തിൽ എല്ലാ വസ്തുക്കളും അങ്ങനെയാണ്. നന്മയുണ്ടാകും, അതിലേറെ അതുകൊണ്ട് തിന്മയും ഉണ്ടാക്കാം. അങ്ങനെയുള്ളൊരു വസ്തുവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു വിഷയമാണ് ഇന്നിവിടെ നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യാനുള്ളത്. കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് കുറേ കാലങ്ങളായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ ആര് നന്മ ചെയ്താലും അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നത് വലിയൊരു കാര്യമാണ്. നന്മയെ നമ്മൾ അംഗീകരിക്കാതിരുന്നാൽ പിന്നെ ആളുകൾക്ക് നന്മ ചെയ്യാനുള്ള പ്രചോദനം നഷ്ടപ്പെടും. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന, തർക്കിക്കുന്ന, ആർക്കും ഒരു സഹായവും ചെയ്യാത്ത ഒരു സമൂഹമാണ് പിന്നീട് ഉണർന്നു വരിക. കേരളത്തിൽ 2 ഭീകരമായ ട്രെയിൻ ദുരന്തമുണ്ടായി. ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ എന്നും ഓർമ്മിക്കാനുള്ള 2 ദുരന്തം. ഒന്ന് കൊല്ലത്ത് വെച്ച് നടന്ന പെരുമൻ ദുരന്തമാണ്. ധാരാളം ആളുകൾ മരിച്ച കൊല്ലത്തെ അഷ്ടമുടിക്കായലിൽ ട്രെയിൻ മറിഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം. പിന്നെ ഒന്ന് കേരളത്തിന് എന്നും ഓർമ്മിക്കാനുള്ളത് നമ്മുടെ ജില്ലക്ക് തൊട്ടപ്പുറത്ത് കോഴിക്കോട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കടലുണ്ടിയിൽ നടന്നിട്ടുള്ള ഒരു ട്രെയിൻ ദുരന്തമാണ്. കടലുണ്ടിയിൽ നടന്ന ട്രെയിൻ ദുരന്തത്തിന്റെ ദിവസം, അല്ലെങ്കിൽ അതിന്റെ തൊട്ടു പിറ്റേന്ന്, കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിന്റെ പേര് തന്നെ തെക്കല്ല വടക്ക് എന്നായിരുന്നു. തെക്കല്ല വടക്ക് എന്ന് കാണുമ്പോൾ നമുക്കറിയാം തെക്കല്ലല്ലോ വടക്ക്. പക്ഷെ ആ ലേഖനം മൊത്തത്തിൽ ഇന്നും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിമനോഹരമായ ലേഖനമാണ്. തെക്കല്ല വടക്ക് എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. എന്ന് വെച്ചാൽ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ആളുകൾ കുറച്ചൊക്കെ പഠിക്കുകയും വിദ്യാഭ്യാസം നേടുകയും നിയമം കരസ്ഥമാക്കുകയും അല്ലെങ്കിൽ നിയമ പഠനം നടത്തുകയും ചെയ്തപ്പോൾ ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ആളുകളെ ആശുപത്രിയിൽ പോലും എത്തിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അന്ന് ഒരു ദുരന്തം നടന്നപ്പോഴുണ്ടായത്. എന്ന് വെച്ചാൽ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സാക്ഷികൾക്കുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. അങ്ങനെ പോലീസുകാർ വളരെ സാഹസപ്പെട്ട്, അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ ആളുകൾ വളരെ സാഹസപ്പെട്ട് അവിടെ ആളുകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് നിറഞ്ഞു നിന്നിട്ടുള്ള ആളുകൾ അന്ന് നോക്കുകുത്തികളായി നോക്കി നിന്നു എന്ന് അന്നത്തെ പത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുകയുണ്ടായി. അതിൻ്റെ ഒരു കാരണം, നന്മ ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ള ആളുകളെ പലപ്പോഴും തളർത്തിയതിന്റെ പരിണിത ഫലമാണ് നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന സമയത്തും ആളുകൾ നോക്കുകുത്തികളായി നിന്നത്. അഷ്ടമുടിക്കായലിൽ അത് സംഭവിച്ചപ്പോൾ അങ്ങനെ നോക്കുകുത്തികളായി നിന്നതിനെ കുറിച്ച് എഴുതുന്ന അതേ ലേഖകൻ തന്നെ കടലുണ്ടിപ്പുഴയിൽ ഇത് സംഭവിച്ച സമയത്തുണ്ടായ രംഗവും എഴുതുന്നുണ്ട്. ആടുകൾ ഓടിക്കൂടി കടലുണ്ടിയുടെ പ്രദേശത്തുള്ള ഉമ്മാമ്മമാരും അമ്മമാരും അവരുടെ സാരിത്തല പഴിച്ച് അതിലെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്താനുള്ള വെമ്പൽ കണ്ടപ്പോൾ ഈ ലേഖകൻ അറിയാതെ എഴുതിപ്പോയി തെക്കല്ല വടക്ക്. എല്ലാവരെയും സഹായിക്കാനും അതിന്റെ പിന്നിൽ എന്ത് ദുരന്തം വന്നാലും
അതിന്റെ പിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മനുഷ്യ ജീവനാണ് വലുത് എന്ന് കടലുണ്ടിക്കാരന്ന് തെളിയിച്ചു എന്നാണ് അദ്ദേഹം എഴുതി വെച്ചത്. ഒരു മനുഷ്യന് ഉപകാരം ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറം ഇപ്പുറം നോക്കിക്കൊണ്ടല്ല ചെയ്യേണ്ടത്, പകരം ഉപകാരം ചെയ്യുക എന്നത് നടപ്പിലാക്കലാണ്. ആ ഒരർത്ഥത്തിൽ ഇവിടെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ഈ പദ്ധതിക്ക് എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്താക്കണം? പിന്താങ്ങായി നിന്നുകൊടുക്കൽ നിർബന്ധമാണ്. വിമർശനം എളുപ്പമാണ്. ഞാനതിനെ കുറിച്ച് പറയുന്നില്ല, കാരണം ഞാൻ ആരെയും വിമർശിക്കാറില്ല. വിമർശനം നമ്മുടെ ജോലിയുമല്ല. പക്ഷെ വിമർശനം എളുപ്പമാണ്. ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകൾക്കറിയാം, ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ വലിയ പണിയാണ്. ചിലപ്പോൾ ഒരു കുടുംബത്തിൽ 4 ആൺമക്കളുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാടുപെട്ട് പണിയെടുക്കുന്നുണ്ടാകാം. ബാക്കി 3 പേർക്ക് വിമർശിക്കൽ എളുപ്പമാണ്, അവർക്ക് വിമർശിച്ചാൽ മതിയല്ല. ഇതേപോലെ നമ്മുടെ ചെറുപ്പക്കാർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുനിയുമ്പോൾ ഒരിക്കലും നമ്മൾ അതിനെ നിരാകരിക്കരുത്. അതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. എന്തു വില കൊടുത്തും നന്മ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കുക എന്നത് നിർബന്ധമാണ്. അപ്പൊ ന്യൂസ് ലൈവിന്റെ കാര്യം ആദ്യം എന്നോട് പറഞ്ഞത്, നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ MK മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന MK എന്ന് ഖത്തറുകാർ വിളിക്കുന്ന പ്രിയപ്പെട്ട ബാവക്കെ, ഞാൻ കഴിഞ്ഞൊരു 15 ദിവസം മുമ്പ് അവിടെ ഒരു പരിപാടിക്ക് പോയിരുന്നു, അതിനു മുമ്പും പോയിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പരിപാടിയെ കുറിച്ച് ആദ്യം പറഞ്ഞതും ബാവാക്ക തന്നെയാണ്. കുട്ടികൾ വരും, പരിപാടിക്ക് ഒരു ഡേറ്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞു, നമ്മുടെ നാടല്ലേ, നമ്മുടെ നാടിന് എന്താ ഡേറ്റ്? ഞാൻ അവർക്ക് കൊടുത്തിട്ടല്ലേ മറ്റു ഡേറ്റ് കൊടുക്കൂ. അപ്പൊ അന്നാണ് ആദ്യമായി ഇങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ചിട്ട് സവിസ്തരം ബാവക്ക പറയുന്നത്. അതിന് മുമ്പേ പറയുമായിരുന്നെങ്കിലും ഞാനത് അത്രമാത്രം അങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. കുറച്ച് കുട്ടികൾ, കാരണം വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പൊ ഉണ്ടാക്കൽ വളരെ എളുപ്പമാണ്. ഏകദേശം 100 ആളുകളുടെ ഒരു പാക്കേജാണ് വാട്സപ്പ് ഗ്രൂപ്പ്. കുറക്കാം, 100 വരെ ആക്കാം. അത്രയൊരു രീതിയാണ് വാട്സപ്പ്. 2 ചെറുപ്പക്കാർ കണ്ടെത്തിയ ഒരു പദ്ധതിയാണ് വാട്സപ്പ്. അവിടെ നമുക്ക് ചർച്ച തുടങ്ങാം. അവരത് കണ്ടെത്തുമ്പോൾ യാഹൂ എന്ന് പറയുന്ന കമ്പനിയിലെ വർക്കേഴ്സ് ആയിരുന്നു, ജോലിക്കാരായിരുന്നു. വാട്സപ്പ് കണ്ടെത്തിയിട്ട് അധിക കാലമായിട്ടില്ല, അത് പുരോഗമിച്ചിട്ട് അധിക കാലമായിട്ടില്ല. വാട്സപ്പ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ കയ്യിലുള്ള പരസ്പരം മെസ്സേജ് അയക്കുന്ന ഈ സംഭവം അവരെ കണ്ടെത്തുന്ന സമയത്ത് അതിനൊരു വില അവർ ഇട്ടിരുന്നു. അങ്ങനെ ആദ്യം യാഹൂ കമ്പനിയോട് അവരത് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ യാഹൂ കമ്പനി അത് റിജക്ട് ചെയ്തു. പിന്നെ അവർ ഫേസ്ബുക്കിനെ സന്ദർശിച്ചു. സുക്കർബർഗ് എന്നാണ് ഫേസ്ബുക്കിന്റെ സിഇഒയുടെയും ചെയർമാന്റെയും പേര്. സുക്കർബർഗ്, മാർക്ക് സുക്കർബർഗ്. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 2004 തുടക്കം കുറിച്ചതാണ് ഫേസ്ബുക്ക്. 2007 തുടക്കം കുറിച്ചതാണ് വാട്സാപ്പ്. 2004 അതിന്റെ ചിന്തയുണ്ടായെങ്കിലും സുക്കർബർഗ് അതിനെ പുരോഗമിപ്പിക്കുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. ഞാൻ അതിന്റെ ക്ലാസ് അല്ല എടുക്കുന്നത്, അതിന്റെ ദുരന്തത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും പറയാം. ഈ മാർക്ക് സുക്കർബർഗിന്റെ അടുക്കൽ ഈ 2 ചെറുപ്പക്കാർ പോയിട്ട് ഇത് കേവലം 2 കോടി രൂപക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞതാ, നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾക്ക് പോക്കറ്റ് മണി മതി. പക്ഷെ പിന്നീട് സുക്കർബർഗ് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ ഫേസ്ബുക്ക് ഉള്ളപ്പോൾ എന്തിനാ പിന്നെ ഒരു വാട്സപ്പ് എന്നൊരു ചിന്തയുണ്ടായി. അതിനെ റിജക്ട് ചെയ്തു, അതിനെ ഒഴിവാക്കി. എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങളുടെ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. കേവലം 3 വർഷത്തിന് ശേഷം സുക്കർബർഗ് അറിഞ്ഞൊരു കാര്യം, ഫേസ്ബുക്കിനെ ഓവർകം ചെയ്യുന്ന, ഫേസ്ബുക്കിനെയൊക്കെ അതിക്രമിച്ച് കയറുന്ന ഒരു ടെക്നോളജിയായി വാട്സപ്പ് വളർന്നു എന്നതാണ്. അങ്ങനെ സുക്കർബർഗ് നേരിട്ട് ഇവരെ വിളിക്കുകയാണ്. അങ്ങനെ 2 ചെറുപ്പക്കാർ വന്ന് അങ്ങനെ ഫേസ്ബുക്ക് വാട്സപ്പിനെ വാങ്ങിച്ചു. നമ്മൾ കുട്ടികൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അതിന്റെ ചരിത്രം പഠിക്കണം. അപ്പൊ സുക്കർബർഗ് വില പറഞ്ഞപ്പോ 3 കൊല്ലം കൊണ്ട് 2 കോടി എന്നുള്ളതിൽ 10 കോടി ആയിരിക്കും എന്നൊക്കെയാണ് സുക്കർബർഗ് വിചാരിച്ചത്. പക്ഷേ കുട്ടികൾ പറഞ്ഞ വില 1,80,000 കോടിയാണ്. അങ്ങനെ 1,80,000 കോടിക്കാണ് വാട്സപ്പിനെ ഫേസ്ബുക്ക് വാങ്ങിക്കുന്നത്. ഇതിൽ ആരെങ്കിലും MBA പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അത് കേസ് സ്റ്റഡി പഠിക്കാനാണ്. MBA കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കേസ് സ്റ്റഡിയാണ്.
അങ്ങനെ 1,80,000 കോടി 3 വർഷം കൊണ്ടാണ് ഇവരുണ്ടാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സമ്പന്നന്റെ കയ്യിലുള്ളത് ആകെ 1 ലക്ഷം കോടിയാണ്. അത് അയാളുടെ വാപ്പയും വാപ്പാന്റെ വാപ്പക്കായിട്ട് അച്ഛന്റെ അച്ഛനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പൈസയാണ്. എന്നിട്ട് ഇപ്പോൾ 1 ലക്ഷം കോടി ആയിട്ടുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും വലിയ പൈസക്കാരുടെ പതിറ്റാണ്ടുകളുടെ വരുമാനമാണ്. പക്ഷെ 3 കൊല്ലം കൊണ്ട് 2 ചെറുപ്പക്കാരുണ്ടാക്കിയത് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് 1,80,000 കോടിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈസക്കാരനേക്കാൾ 8,000 കോടി കൂടുതൽ. അപ്പൊ നമുക്കൊരു തോന്നലുണ്ടാകും, ഈ കാണുന്ന ഇത്രയും വലിയ സംഖ്യ എവിടെ നിന്നുണ്ടായി? നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടുണ്ടായി. നമ്മളെപ്പോലെയുള്ള ആളുകൾ ഉപയോഗിച്ചത് കൊണ്ടുണ്ടായി, അല്ലാതെ അത് വാനലോകത്തൊന്നും ഉണ്ടായതല്ല. 3 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കൊല്ലം കൊണ്ട് ഒരുപാട് പൈസ അയാളിലേക്ക് എത്തിക്കാൻ മാത്രം നമ്മൾ അതിൽ അഡിക്റ്റായി, നമ്മൾ അതിന്റെ അടിമകളായി മാറി. എന്നാൽ ഇതിന്റെ യഥാർത്ഥമായ ആളുകളുടെ അവസ്ഥ എന്താണ്? ഞാൻ സുക്കർബർഗിന്റെ പേര് പറയാനുള്ള കാരണം, ഒരാഴ്ച മുമ്പ് നിങ്ങളൊരു വാർത്ത വായിച്ചു കാണണം. ഈ മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന ഫേസ്ബുക്കിന്റെ ഓണർ, CEO ആൻഡ് ചെയർമാൻ, അദ്ദേഹം ആകെ കിട്ടിയ വരുമാനം 4,200 കോടിയാണ്. ഫേസ്ബുക്കിലൂടെ കിട്ടിയ 4,200 കോടി ഇന്നത്തെ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ 2,80,400 കോടി ഉണ്ടാവും. ഈ 2 ലക്ഷം കോടി രൂപ ഫേസ്ബുക്കിലൂടെ അയാൾ ഉണ്ടാക്കി. അപ്പൊ ഈ ഫേസ്ബുക്കിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പൈസ, ഈ 2 ലക്ഷം കോടിയിലേറെ രൂപ എന്ത് ചെയ്യും? അദ്ദേഹം ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടതാണ്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 2 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. 2 ലക്ഷം രൂപയല്ല, 2 ലക്ഷം കോടി മാറ്റിവെക്കുന്നു എന്നാണ് സുക്കർബർഗ് പ്രഖ്യാപിച്ചത്. ഞാനിത് പറയാനുള്ള കാരണം, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്ന് പറയുന്ന സംഭവങ്ങൾ നല്ലതുപോലെ ഉപയോഗിച്ചാൽ അതിൽ കാരുണ്യം പോലും നമുക്ക് കാണാൻ പറ്റും. കാരണം സുക്കർബർഗ് ഇപ്പൊ പ്രഖ്യാപിച്ചത് 4,200 കോടി ഡോളറും ഞാൻ പാവങ്ങൾക്ക് ചെലവഴിക്കുമെന്ന്. ലോകത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഒരു കമ്പനിയും നടത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അത് ചെയ്യുന്ന ആളുകൾക്ക് തിന്മ വ്യാപിപ്പിക്കുക എന്നതല്ല ലക്ഷ്യം. നമുക്കൊരു തെറ്റായ ധാരണ ഉണ്ടാവും, ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരു കാര്യം നടക്കുന്നു എന്ന്. സത്യത്തിൽ അത് അതിനുള്ളതല്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ വിലയിരുത്താനും സൊസൈറ്റിയെ മനസ്സിലാക്കാനും അവരുടെ സംവേദനങ്ങളെ അറിയിക്കാൻ. ഇപ്പൊ വാട്സപ്പും ഫേസ്ബുക്കും ഉണ്ടായതുകൊണ്ട് എത്ര ആളുകൾ എഴുതാൻ തുടങ്ങി, എത്ര ആൾ. ഞാൻ ഏതായാലും ഇതുവരെ ഫേസ്ബുക്കിലില്ല, ഞാൻ ആ പരിപാടിക്ക് നിന്നിട്ടില്ല. വാട്സപ്പിലുണ്ട് മെസ്സേജുകൾ കിട്ടാൻ. അപ്പൊ ഞാൻ പറയുന്നത്, എത്ര ആളുകൾ എഴുതാൻ തുടങ്ങി, അതിമനോഹരമായ കവിതകൾ എഴുതാൻ തുടങ്ങി. IIT-യിലും IIM-ലൊക്കെ പോയാൽ ഈ ഗ്രാമത്തിൽ അത് പറയണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ പറയാതിരുന്നിട്ട് എന്ത് കാര്യം? നമ്മുടെ കുട്ടികളും പോകട്ടെ IIT-യിലേക്കും IIM-ലേക്കും. ഇന്ത്യയിൽ ഏറ്റവും പ്രമാദമായ ക്യാമ്പസുകളാണ്. IIM-ലും IIT-യിലും നമ്മൾ പോകാറുണ്ട് അടുത്ത്. ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ക്യാമ്പസുകളാണ് IIT-യും IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഇവിടെ കുട്ടികൾക്കറിയാം, യുവാക്കൾക്ക് പഠിക്കുന്നവർ. അപ്പൊ IIM എന്ന് പറയുന്നതിൽ എന്താ നടക്കുന്നത്? അവിടെയും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, അവിടെയും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടാണ്. വലിയ വലിയ ഗ്രൂപ്പുകളുണ്ട്. അവരെ അതിലേറെ രസകരമായ പലതിലേക്കും അവർ കയറി പോകുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദ്യം ചോദിക്കും, ചോദ്യത്തിന് അവർ മറുപടി കൊടുക്കും. വാട്സപ്പ് അതിനുള്ളതാണ്. ആരെങ്കിലും ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അതിമനോഹരമായി ചോദ്യങ്ങൾ ചോദിക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്? അങ്ങനെ രസകരമായി അതിന് മറുപടി പറയുക. അല്ലാതെ ചീത്ത വിളിക്കാനുള്ള ഒന്നിന്റെ പേരല്ല ഫേസ്ബുക്ക്, പരസ്പരം തർക്കിക്കാനുള്ള ഒന്നിന്റെ പേരല്ല വാട്സപ്പ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇനി ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നുള്ള പേര് പോലും നമ്മൾ മറന്നു കളയും. വേറെ പലതും ആയിരിക്കും പേരിൽ വരിക. അത്രക്ക് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി. അപ്പൊ മറ്റു പല പേരിലായിരിക്കും ഇനി വരിക. ഇപ്പൊ സീസ് എന്ന് പറയുന്ന ഒന്ന് വരാൻ പോകുന്നു. അത്ഭുതകരമായ ചില മാറ്റങ്ങളാണ്. എന്തു വന്നാലും പോയാലും ശരി, അതത് കാലഘട്ടത്തിലെ ആളുകളെ വിലയിരുത്തി നല്ല രീതിയിൽ പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനാണ് ഈ സാധനങ്ങൾ ഇറങ്ങുന്നത്. അതിനെ നമ്മൾ വല്ലാത്തൊരു അപക്വമായ രീതിയിൽ ഉപയോഗിക്കാനുള്ളതല്ല. നമുക്ക് ലോകകപ്പ് വരികയാണെങ്കിൽ പോലും, ലോകകപ്പ് വരികയാണ്, അപ്പൊ ഇപ്പുറത്ത് അർജന്റീന ഉണ്ടാകും, ഇപ്പുറത്ത് ബ്രസീൽ ഉണ്ടാകും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, ഞാനൊരു കാര്യം പറയാണ്. ചെറുപ്പക്കാർക്ക് എന്നോട് ദേഷ്യം തോന്നരുത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ.
ലോകകപ്പ് വരുന്ന സമയത്ത് അർജന്റീന ബ്രസീലിന്റെ പേര് പറഞ്ഞ് നമ്മൾ പോസ്റ്ററുകളിൽ പോലും മോശമായ പദങ്ങൾ എഴുതി വെക്കും. ഞാൻ ഒരിക്കലും സമദാനി സാഹിബ് നമ്മൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഈരാറ്റുപേട്ടയിലേക്ക് ഒരു പരിപാടിക്ക് പോവാണ്. ഈ കഴിഞ്ഞ ലോകകപ്പിന്റെ പരിപാടിക്കല്ല, അവിടെ പ്രഭാഷണത്തിന് പോവാൻ. അദ്ദേഹത്തിന് അസ്ര മുതൽ മഗ്‌രിബ് വരെ, നമുക്ക് മഗ്‌രിബ് മുതൽ 10 മണി വരെ. രണ്ടുപേരും അന്ന് അവിടെ താമസിച്ച് പിന്നെ തിരുവനന്തപുരത്തേക്ക് പോയി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ നോക്കി മലപ്പുറത്തിന്റെ ബോർഡർ കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഫ്ലെക്സ് കാണില്ല. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പേര് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തോ കൊല്ലത്തോ എറണാകുളത്തോ ഒരു ബോർഡ് കാണാൻ കഴിയില്ല. അവരും കളി കാണുന്നവരാണ്. അങ്ങനെ ഇരിക്കെ തൃശ്ശൂരിൽ ഒരു ബോർഡ് കാണുകയുണ്ട്. അത് ഈ ഇതിലല്ല, അതിന് മുമ്പത്തെ അതിൽ അവിടെ പോലും അവർ ബുദ്ധിയാണ് ഉപയോഗിച്ചത്. കുട്ടികൾക്ക് അത് വേഗം പറഞ്ഞാൽ മനസ്സിലാവും. നല്ല ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ ആ ഫ്ലെക്സ് ഉണ്ടാക്കി. ഒരു വാക്ക് പോലും അതിലില്ല, ആ ഫ്ലെക്സിൽ ഒരു വാക്കുമില്ല. പക്ഷേ അർജന്റീനയുടെ കളിക്കാരിൽ നിന്ന്, നമ്മൾ അർജന്റീനയുടെ ആളുമല്ല ബ്രസീലിന്റെ ആളുമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ആ കണ്ടത് പറയാം. അർജന്റീനയുടെ കളിക്കാരിൽ നിന്ന് ഒരു പ്രത്യേക എനർജി ഇങ്ങനെ പോകുന്നു. ഒരു പ്രത്യേക എനർജി, ഒരു ഇടിമിന്നൽ പോലെ ഒരു എനർജി. അത് നേരെ ഒരു ലൈനിലേക്കാണ് പോണത്. ഒരു ലൈൻ, ഇലക്ട്രിക് ലൈനിലേക്ക് പോയ ഇലക്ട്രിക് ലൈനിൽ ഒരു കാക്ക മഞ്ഞ ജേഴ്സി അണിഞ്ഞിട്ട് തൂങ്ങിക്കിടക്കണം. അപ്പൊ അന്ന് അവരുടെ ക്യാപ്റ്റന്റെ പേര് കാക്ക എന്നാണ്. അപ്പൊ ഒരു കാക്കക്ക് മഞ്ഞ ജേഴ്സി ഇട്ട് കൊടുത്തിട്ട് അത് തൂങ്ങിക്കിടക്കുന്നുണ്ട് ലൈനിൽ. ഇത്രേ ഉള്ളൂ, ഒരു വാക്ക് പോലും ഇല്ല അതിന്. എത്ര ബുദ്ധിപരമായിട്ടാണ് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മളോട് കളിക്കണ്ടടാ ഉണക്കപ്പുട്ടെ എന്നൊക്കെയാണ് നമ്മൾ എഴുതി വെക്കുക. മലപ്പുറത്തിന്റെ കൾച്ചർ, നമ്മുടെ സംസ്കാരം മറ്റുള്ളവർക്ക് വെറുപ്പാണ്. നമ്മൾ തിരിച്ചറിയണം. ഞാൻ വേദനാപൂർവ്വം പറയാം, പലയിടത്ത് പോകുമ്പോൾ നമ്മളെ കളിയാക്കുകയാണ്. മലപ്പുറത്തുനിന്ന് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത കളിയാക്കൽ. പക്ഷേ മലപ്പുറത്തിന്റെ മക്കൾ അറിയണം, 14 ജില്ലകൾ ഉണ്ടായിരുന്നു, ഉണ്ട് ഇപ്പോഴും കേരളത്തിന്. 14 ജില്ലകളിൽ 14ാം സ്ഥാനത്തായിരുന്നു മലപ്പുറം ജില്ല. പക്ഷേ ഇന്ന് മലപ്പുറം ജില്ല 1ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്തെന്ന് അവകാശപ്പെട്ടിരുന്ന എറണാകുളം ജില്ല പോലും ഇന്ന് 2ാം സ്ഥാനത്തായി. ഞാനിത് ഇന്നും എറണാകുളത്ത് പറഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ പറയുന്നത് 2ാം സ്ഥാനത്തേക്ക് എറണാകുളം ജില്ലയെ പോലും മാറ്റിയിട്ട് മലപ്പുറം ജില്ല 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം കുട്ടികൾ മാറി ചിന്തിക്കുന്നത് കൊണ്ടാണ്. വിദ്യാഭ്യാസപരമായ പുരോഗതി, രക്ഷിതാക്കളുടെ വല്ലാത്ത സാഹൂതമുള്ള മാറ്റം. ഈ മാറ്റങ്ങളിലൂടെ നമ്മുടെ മക്കളും നമ്മുടെ നാടും മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറുന്ന മാറ്റത്തിന്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഫേസ്ബുക്കോ വാട്സപ്പോ നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ വളർച്ചയുടെ കൂടെയും നമുക്കതിനെ കാണാം. പക്ഷെ അത് തിന്മയായി ഉപയോഗിക്കുമ്പോൾ വളരെ മോശമായി. എല്ലാ ദിവസവും കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് കോളുകൾ വരുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഏറ്റവും വലിയ ദുരന്തങ്ങൾ വാട്സപ്പ് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിന്റെ ദുരന്തമാണ് നമ്മൾ ഈ ചുറ്റുവട്ടങ്ങളിലൊക്കെ കേട്ടതും കണ്ടതും. അതിന്റെ ഒക്കെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു HI എന്ന് പറയുന്ന മെസ്സേജാണ്, ഹായ്. ഒരു ഹായ് വിട്ടു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് ഹായ് വരുന്ന കാലഘട്ടമാണ്. അവസാനം അത് എവിടെ ചെന്നെത്തുന്നു? താൻ നൊന്ത് പ്രസവിച്ചിട്ടുള്ള 2 മക്കളെ കിണറ്റിലേക്ക് എറിഞ്ഞിട്ട് ആ മക്കള് ചത്തൊടുങ്ങുന്നത് വരെ, മരിച്ചൊടുങ്ങുന്നത് വരെ, ആ മക്കള് മരിക്കുന്നത് വരെ നോക്കി നിൽക്കുന്ന മാതാക്കളെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഫേസ്ബുക്കിന്റെ വാട്സപ്പിന്റെ കൾച്ചർ വന്നു തുടങ്ങി. സ്വന്തം മക്കളെ കിണറ്റിലിട്ടിട്ട് കാത്തു നിൽക്കുന്ന കാമുകൻ ഇന്ന സമയത്ത് അവിടെ നിൽക്കുന്നുണ്ട് എന്നതിന്റെ പേരിൽ തന്റെ മക്കളെ കിണറ്റിലിട്ടിട്ട്, അതധികം ദൂരെയല്ല നടന്നത്, ദാ ഇങ്ങനെ ചൂണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് നിന്ന് 3-4 കിലോമീറ്റർ അപ്പുറത്താണ് നടന്നത്. 2 മക്കളെ കിണറ്റിലിട്ടിട്ട് കാമുകൻ കാത്തു നിൽക്കുന്നതിന്റെ പേരിൽ കുട്ടികൾ മരിച്ചൊടുങ്ങുന്നത് വരെ, അഥവാ മുങ്ങി മരിക്കുന്നത് വരെ നോക്കി നിൽക്കുന്ന മാതാക്കളെ സൃഷ്ടിക്കാൻ ഈ വാട്സപ്പിന് സാധിച്ചു എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട മക്കളെ ഉപ്പയുടെ അരികിലാക്കിയിട്ട് ആരുടെയോ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരവസ്ഥയിലേക്ക് വാട്സപ്പിന്റെ കൾച്ചർ എത്തി, വാട്സപ്പിന്റെ സംസ്കാരം എത്തി. കിടന്നുറങ്ങുന്ന ഉമ്മയെ കിടത്തി ഉറക്കിക്കൊണ്ട് മക്കളെ, ജ്യേഷ്ഠത്തിക്കും അനുജത്തിക്കുമുള്ള മക്കളെ അവരുടെ അരികിൽ കിടത്തിക്കൊണ്ട് ജ്യേഷ്ഠത്തിയും അനുജത്തിയും ഒന്നിച്ച് ഒളിച്ചോടി പോകുന്ന അവസ്ഥയിലേക്ക് വാട്സപ്പിന്റെ സംസ്കാരം എത്തി. വാട്സപ്പ് കൊണ്ട് എന്ത് ദുരന്തങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ പഴയകാല പ്രണയങ്ങൾ പുനർജനിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടെങ്ങാനോ 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിൽ നിന്നും എന്തോ ഒരു കൊച്ചു ബന്ധത്തിന്റെ പേരിൽ പിന്നീട് അതെല്ലാം മറന്നുപോയവർ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അത് അയവിറക്കുന്നു വാട്സപ്പിലൂടെ. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങളുടെ, ഒരുപാട് പ്രശ്നങ്ങളുടെ. പ്രിയപ്പെട്ട ഉമ്മമാരൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കിത് പറയുന്നതിൽ സങ്കടമുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത് എന്റെ നാടാണ്, നമ്മുടെ നാടാണ്. പെൺകുട്ടികൾ
സെൽഫി എടുത്തുകൊണ്ട്, ഈ സെൽഫി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേതാക്കന്മാരെ കൂടെ മാത്രം നിന്ന് എടുക്കുന്നതിന്റെ പേരല്ല സെൽഫി. അത് വേറൊരു സെൽഫിയാണ്, നമുക്ക് ആ സെൽഫി അറിയുള്ളൂ. നേരെ മറിച്ചിട്ട് കുട്ടികൾ പറയുന്ന സെൽഫി ആ സെൽഫി അല്ല. കുട്ടികൾ പറയുന്ന സെൽഫി രാത്രിയിൽ അവന്റെ ആള് അല്ലെങ്കിൽ അവളുടെ ആള് മെസ്സേജ് അയക്കുന്നു, ഹായ്, പിന്നെയും മെസ്സേജ് അയക്കുന്നു, പിന്നെയും മെസ്സേജ് അയക്കുന്നു, അവസാനം കാള് ചെല്ലുന്നു. ആ കാളിൽ അവൻ ആവശ്യപ്പെടുന്നു, നിന്റെ ഒരു സെൽഫി എടുത്ത് അയക്കുമോ? വാട്സപ്പിന്റെ ദുരന്ത ഞാൻ പറയുന്നത്. നിന്റെ ഒരു സെൽഫി എടുത്ത് അയക്കുമോ? വല്ലാതൊരു അനർഘമായ നിമിഷത്തിൽ ഈ പാവം പെൺകുട്ടി 15 വയസ്സും 16 വയസ്സും വാട്സപ്പ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പോലും അറിയാത്ത, വാട്സപ്പിലൂടെ നിങ്ങൾ ഏത് വീഡിയോ വിട്ടാലും, വാട്സപ്പിലൂടെ നിങ്ങൾ ഏത് മെസ്സേജ് വിട്ടാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ, മദർ ബോർഡിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഏതൊരാള് ആർക്ക് മെസ്സേജ് വിട്ടാലും അത് മദർ ബോർഡിലുണ്ട്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ വിട്ടോ, ദാ നിങ്ങൾ ചെല്ല് മലപ്പുറം ജില്ലയിലെ സൈബർ സെല്ലില് നിങ്ങൾ ആർക്കൊക്കെ വിട്ടു എന്ന് സൈബർ സെല്ല് പറഞ്ഞു തരും. സൈബർ സെല്ലിലെല്ലാം ഉണ്ട് ആരാർക്കൊക്കെ മെസ്സേജ് വിട്ടു എന്നുള്ള കൃത്യമായ വിവരം പോലീസിന്റെ കയ്യിലുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ അന്വേഷിച്ചു നോക്കിക്കോ. കൗൺസിലിംഗിന് വേണ്ടി വരുമ്പോൾ നാളൊരു 2 ഡോക്ടേഴ്സാണ്, ഭർത്താവും ഡോക്ടറാണ്, ഭാര്യയും ഡോക്ടറാണ്. അവരിങ്ങനെ വന്നിട്ട് സംസാരിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്നെ വലിയ സംശയമാണ് ഇയാൾക്ക്, നിങ്ങൾ ആ സംശയം ഒന്ന് മാറ്റി കൊടുക്കണം. അങ്ങനെ ഞാൻ കുറെ നേരം സംസാരിച്ചു. ഇയാൾ പറഞ്ഞു അവള് ഭയങ്കര കളിയുണ്ട്, ആർക്കൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആർക്കൊക്കെയോ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നിങ്ങളെ തോന്നലായിരിക്കും, ഇന്ന് എല്ലാവർക്കും സംശയങ്ങളാണ്. അപ്പൊ അയാൾ ECG റിസൾട്ട് പോലുള്ള ഒരു സാധനം പോക്കറ്റിൽ നിന്നുണ്ട്. നമ്മൾ ECG റിസൾട്ട് പറയുമ്പോൾ മനസ്സിലാവും, ഒരു വീതി കുറഞ്ഞൊരു പേപ്പർ. ഇത് പെൺകുട്ടികൾക്കറിയില്ല, സ്ത്രീകൾക്കറിയില്ല. കാരണം IT വിദഗ്ധന്മാരെ കണ്ടു കഴിഞ്ഞാൽ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടാൽ എന്തായാലും കൊടുക്കും. ഈ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തു കഴിയുമ്പോ സൈബർ സെല്ലുകാരെ കൊടുക്കുന്ന പേപ്പറാണിത്. ഭർത്താവിന് ഭാര്യയെ കുറിച്ച്, ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ആ സംശയം സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ സൈബർ സെല്ല് മാരേജ് സർട്ടിഫിക്കറ്റും കൊണ്ട് ചെന്നാൽ, നിയമം പറയാണ് ഞാൻ നിങ്ങളോട്, ഇതെന്റെ ഭാര്യയാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൊണ്ട് ചെന്നാൽ ആ ഭർത്താവിന് ഇത് കൊടുക്കൽ നിയമപരമാണ്. അങ്ങനെ വാങ്ങിയതാ ഇയാള്. അപ്പൊ രാത്രി 12 മണിക്ക് അയച്ച മെസ്സേജ്, അവിടുന്ന് ഇങ്ങോട്ട് വന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പോയത്, നേരം പുലരുവോളം അയച്ചതിന്റെ റിസൾട്ടാണ് ഈ ECG പോലെയുള്ള റിസൾട്ടിൽ കാണുന്നത്. ഇവളാകെ ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കാണ്. ഡോക്ടറായിട്ടും കാര്യമില്ല, എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല. ഫേസ്ബുക്കിന്റെ, വാട്സപ്പിന്റെ ചതിക്കുഴികളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഭാവിയിൽ സമ്പന്നരായ ആളുകളെ, പ്രശസ്തരായ ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്, നിങ്ങൾ എഴുതി വെച്ചോ, ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് വിദഗ്ധരായ എഞ്ചിനീയറിംഗ് കുട്ടികളാണ്. കാരണം ആർക്കൊക്കെ മെസ്സേജ് അയച്ചു, ആർക്കൊക്കെ വീഡിയോ അയച്ചു, ആർക്കൊക്കെ ഇന്ന മെസ്സേജ് അയച്ചു എന്ന് അവരെ ഹാക്ക് ചെയ്യും. അതിന് ഹാക്കിംഗ് എന്നാ പറയുക. ഈ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രഗത്ഭനായ ആള് ഇന്ന ആൾക്ക് മോശമായ ഒരു ക്ലിപ്പിംഗ് അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും കൊണ്ടായിരിക്കും അവൻ വരിക. ഇതാ നിങ്ങൾ 10 ലക്ഷം രൂപ തരണം, എന്നാൽ മാത്രമേ ഇത് ഡിലീറ്റ് ആക്കൂ. നമ്മൾ അവന്റെ മാറത്ത് പിടിക്കാൻ പറയും, എന്റെ അടുത്ത് മാത്രമല്ല എന്റെ 10 സുഹൃത്തുക്കളുടെ കയ്യിൽ ഇതുണ്ട്, എന്നെ എന്ത് ചെയ്താലും അത് ഔട്ടായിരിക്കും. ഇങ്ങനെ ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാലഘട്ടം അടുത്ത് വരാനിരിക്കുന്നു. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് പ്രസംഗിച്ചപ്പോ അവിടുത്തെ പ്രിൻസിപ്പൽ സാർ എന്നോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കലും, കാരണം കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കി പരിപാടി തുടങ്ങുന്നു. ഞാൻ പറഞ്ഞു, കുട്ടികളെ എന്നോട് ഈ കാര്യം പറഞ്ഞത്. നമ്മൾ വിചാരിക്കും നമ്മളെ വലിയ വിവരമുള്ളവരെന്ന്. കുട്ടികൾ ഇതിലേറെ വിവരമുള്ളവരാണ്, മക്കൾ ഇതിലേറെ അറിവുള്ളവരെ. ഇളനീരിനാണല്ലോ വില, തേങ്ങക്കല്ലല്ലോ ഇന്നും വില, ഇളനീരിനാണ് വില. അതുകൊണ്ട് കുട്ടികൾക്ക് അത്, എന്റെ ആൻഡ്രോയിഡിലേക്ക് കയറാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ 64 വയസ്സുള്ള ഉപ്പ എന്റെ വീട്ടിലുണ്ട്. ഉപ്പാന്റെ കൈക്കല്ലല്ലോ ഞാൻ ഫോൺ കൊടുക്കുക. 14 വയസ്സുള്ള എന്റെ മോന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടാ പറയാം, മോനെ ഇതൊന്ന് എടുത്തു കാട്ടുന്നു. ആർക്കാ വിവരം? ഈ കാര്യത്തിൽ വിവരം ചെറുപ്പക്കാർക്കാണ്, വയസ്സന്മാർക്കല്ല. അതുകൊണ്ട് ഇതിന്റെ വലിയ ദുരന്തങ്ങൾ. നാളൊരു പെൺകുട്ടിയെ, സ്ഥലം ഞാൻ പറയുന്നില്ല, അവള് ബുധനാഴ്ച ദിവസം കല്യാണമാണ്, തിങ്കളാഴ്ചയാണ് നമ്മുടെ അടുക്കലേക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്. സാധാരണ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് കൊണ്ടുവരാറുണ്ട്, കല്യാണത്തിന് മുമ്പ് ആളുകൾ, വിവാഹവുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ്. പക്ഷേ ഈ കൗൺസിലിംഗ് അതല്ലായിരുന്നു. ഈ കൗൺസിലിംഗിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബുധനാഴ്ചത്തെ കല്യാണം ഇവൾക്ക് വേണ്ടെന്നാ പറയുന്നത്. പന്തലൊരുങ്ങി, ആഭരണം വാങ്ങി, വസ്ത്രമെടുത്തു, ആളുകളോട് കല്യാണം പറഞ്ഞു. മറ്റന്നാൾ ആളുകൾ എല്ലാവരും പന്തലിൽ കൂടാൻ പോവാൻ. തിങ്കളാഴ്ച ദിവസം കുട്ടി പറയാണ്, എനിക്ക് ഈ കല്യാണം വേണ്ട. കൗൺസിലിംഗ് നടത്തിയപ്പോ ഇവൾക്കൊരു ആൺകുട്ടിയുമായിട്ട് ബന്ധം. ഞാൻ ചോദിച്ചു, മോളെ അത് ഒഴിവാക്കിക്കൂടെ?
എനിക്ക് ഒഴിവാക്കണം എന്നുണ്ട്, പക്ഷെ അവൻ ഒഴിവാക്കില്ല. അവന്റെ കയ്യിൽ എന്റെ ഒരു വീഡിയോ ഉണ്ട്. ഇത് ഒരു പെൺകുട്ടിയുടെ വാക്കല്ല, അനേകായിരം പെൺകുട്ടികൾ ഈ വാക്ക് പറയേണ്ടി വരും. അവന്റെ കയ്യിൽ എന്റെ ഒരു വീഡിയോ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവൾ അയച്ചു കൊടുത്ത വീഡിയോ അല്ല. രാത്രിയുടെ നിശബ്ദതയിൽ അവൻ ആവശ്യപ്പെട്ടിട്ട് തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെ അവൾ വീഡിയോ ആയി അയച്ചു കൊടുത്തതിന്റെ ആ ഫലം അതാണ് ഇവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റന്നാൾ നീയെങ്ങാനും പന്തലിലേക്ക് പുതുപെണ്ണായി ഇറങ്ങിയാൽ ഇത് യൂട്യൂബിൽ ഉണ്ടാകുമെന്ന ഭീഷണി കൊണ്ടാണ് ഈ പെൺകുട്ടി മറ്റന്നാൾ നടക്കാൻ പോകുന്ന കല്യാണം എനിക്ക് വേണ്ട എന്ന് പറയുന്നത്. മറ്റന്നാൾ നടക്കാനിരിക്കുന്ന കല്യാണം എനിക്ക് വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ മറ്റന്നാൾ ഞാൻ പുതിയെണ്ണായി ഇങ്ങോട്ട് ഇറങ്ങുന്ന അതേ നിമിഷത്തിൽ ഈ സീന് യൂട്യൂബിൽ നിനക്ക് കാണാമെന്ന ഭീഷണിയാണ്. സഹോദരന്മാരെ, ലോകം ഇങ്ങനെ വാട്സപ്പിലൂടെ മോശമായ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. മോശമായ ക്ലിപ്പിങ്ങുകൾ കണ്ടിട്ടും അത് അനുഭവിച്ചിട്ടും ഇന്ന് പഴയതുപോലെയല്ല. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ ചെറിയ ചെറിയ സ്നേഹം എന്ന പേരിൽ ഉണ്ടാകാം, പക്ഷെ ഒരു കത്ത് പോലും കൊടുക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല, ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയുടെ നിശബ്ദതയിൽ ഞാനൊരു ജില്ലയിൽ പോയപ്പോ ആ ജില്ലയിലെ 3 പഞ്ചായത്തിന്റെ പരിപാടികളാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ആ പരിപാടി നടത്തുന്നതിന്റെ? അവര് പറഞ്ഞു, ഈ 3 പഞ്ചായത്തിൽ നിന്ന് മാത്രം 84 പെൺകുട്ടികളാണ് ചാടിപ്പോയിട്ടുള്ളത് എന്ന്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, സുഹൃത്തെന്ന് വിളിക്കുന്നത് ചിലപ്പോൾ അപമര്യാദയായി പോകും, എന്നാലും അങ്ങനെ വിളിക്കാനാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം. ഇബ്രാഹിം കുട്ടി വക്കീൽ, അദ്ദേഹം ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ വക്കീലാണ്. ലവ് ജിഹാദ് പോലെയുള്ള കേസുകൾ വാദിച്ചതിന്റെ പേരിൽ അതിപ്രശസ്തനായ വക്കീൽ. അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്ന രംഗം അനുദിനം ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മാതാവിന്റെ നേരെ നെഞ്ചിൽ കൈ ചൂണ്ടിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഈ തള്ളയുടെ കൂടെ പോകണ്ട, എനിക്കിതാ ഇവന്റെ കൂടെ പോയാൽ മതി എന്ന്. അതിന്റെ ഒക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള മീഡിയകളിലൂടെ പരിചയപ്പെട്ടതിന്റെ പേരിലാണ്. എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗം ഏതോ ഒരു കൊറിയക്കാരി പെൺകുട്ടി ഏതോ ഒരു മെസ്സേജ് അയച്ചു എന്നതിന്റെ പേരിൽ കൊറിയയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വ്യഗ്രത കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി അവൻ കണ്ടിട്ടില്ല, പെൺകുട്ടി ആരെന്ന് ഇവൻ അറിയില്ല. ഇങ്ങനെ ആരോ ഒരു ചാറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുട്ടികൾ ഡിസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ മാതാവാരെന്ന് അവന് തിരിച്ചറിയുന്നില്ല, പിതാവാരെന്ന് തിരിച്ചറിയുന്നില്ല. പാവം പിതാവ് നൊമ്പരപ്പെട്ട് കരയുന്നു. ഞാൻ ഈ പറയുന്നത് വളരെ നിങ്ങൾ സാഗൂതം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മുമ്പിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള കൗൺസിലേഴ്സിന്റെ മുമ്പിൽ വന്നിട്ട് വിതുമ്പിക്കരയുന്ന മാതാക്കളുടെ രംഗം കൂടുന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ തിരിച്ചു കിട്ടാതെ പൊട്ടിക്കരയുന്ന മാതാക്കൾ എത്രയോ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തേ കാരണം? നല്ല രീതിയിൽ പഠിച്ചിരുന്ന, നല്ല ദീനിയായി നടന്നിരുന്ന, അങ്ങനെയൊക്കെ നടന്നിരുന്ന മക്കളാണ് അവസാനം ഒരു മെസ്സേജിന്റെ പേരിൽ കുടുങ്ങുന്നതും. മെസ്സേജ് എല്ലാം അവസാനിപ്പിക്കണമെന്ന് മോഹം തോന്നിയാലും ആ ട്രാപ്പിലൂടെ പിന്നെയും ഇവൻ അവളെ കൊണ്ടുപോകുന്നത്. പാലക്കാട് ഒരു കോളേജിൽ നടന്നൊരു സംഭവം, ജില്ല മാത്രം പറയാം, കോളേജിന്റെ പേര് പറയുന്നത് ശരി, കോളേജുകാർ ഇതിനൊന്നും ബാധകമൊന്നുമല്ല. ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോ 2 കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഇവിടെ ഒരാളുണ്ടെന്ന് കേട്ടിട്ട് നമ്മൾ എടുത്തു വരുന്നത്. ആത്മഹത്യക്ക് ശ്രമിച്ചു, നിരം പറത്തു. അങ്ങനെ വന്നപ്പോ നമ്മളെ കോളേജിൽ വെച്ചിട്ടായിരുന്നു കൗൺസിലിംഗ്. രാത്രി ഏകദേശം ഒരു 10 മണിയായി കാണണം. കുടുംബം ഒന്നാകെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. ഏതായാലും ആ കുട്ടിയോട് സംസാരിച്ചപ്പോ കുട്ടി പറഞ്ഞ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പഠിക്കാൻ കൂടെയുള്ള പെൺകുട്ടികൾ ഹോസ്റ്റലിലുള്ള പെൺകുട്ടികൾ അവളുടെ കിടക്കുന്ന സമയത്ത് എന്തൊക്കെയോ മോശമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അത് പകർത്തിയിട്ട് കാമുകൻ അയച്ചു കൊടുക്കുന്നു. എന്തിനാ കാമുകൻ ഇത്? അവരുടെ കാമുകന്റെ കയ്യിൽ പൈസയില്ല, യൂട്യൂബിലേക്ക് അയച്ചു കൊടുത്താൽ അവന് പൈസ കിട്ടും. അവന് പൈസ കിട്ടാൻ വേണ്ടി കൂട്ടുകാരിയുടെ പച്ചയായ മാംസത്തിന് കാമുകൻ അയച്ചു കൊടുക്കുന്ന വിദ്യാർത്ഥിത്വത്തിന്റെ കാലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നാളെ തിരൂരിൽ നിന്ന് ട്രെയിനിൽ കയറുമ്പോ ഞാൻ അങ്ങോട്ടാ പോകുന്നത്, മംഗലാപുരം ഭാഗത്തേക്ക്. അപ്പൊ ഒരു തൊപ്പിയിട്ടുകൊണ്ടൊരു പാവം മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എങ്ങോട്ടാ പോണത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മംഗലാപുരത്തേക്കാണ്. ആ പറഞ്ഞു, എന്റെ കുട്ടി ഇതിന്റെ കുട്ടിയാണ്. ഒരു പെൺകുട്ടിയെ ചൂണ്ടിട്ടാ പറഞ്ഞത്, ഇതെന്റെ കുട്ടിയാണ്, നിങ്ങൾ അതുവരെ ഒന്ന് നോക്കോ ഇവളെ. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്താ ഇത് കാര്യം? ഞാൻ നിങ്ങളെ പരിചയമില്ലല്ലോ, നിങ്ങൾക്ക് എന്നെയും പരിചയമില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഇവളുടെ കോളേജിൽ പഠിക്കുന്നതും അല്ലാത്തവരായ കുട്ടികൾ ആ ട്രെയിനിലുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്. എന്തിനാ സഹോദരന്മാരെ സ്റ്റേറ്റ് വിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അങ്ങനെ സ്റ്റേറ്റ് വിട്ട് പഠിപ്പിച്ചതിന്റെ പേരിൽ നമ്മളെ കുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം നേടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല.
അങ്ങനെ അവസാനം തിരൂര് മുതൽ അങ്ങോട്ട് എത്രയോ കുട്ടികളെ നിങ്ങൾക്ക് കാണാം. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. അവിടെ നിന്ന് പർദ്ദയിട്ട് കയറിയിട്ട് അവസാനം ജീൻസ് പാന്റിലും ടീഷർട്ടിലും നടന്നുകൊണ്ട് തിരൂരിലും കുറ്റിപ്പുറത്തും ഇറങ്ങുമ്പോൾ വീണ്ടും പർദ്ദ ധരിക്കുന്ന പെൺകുട്ടികളെ നമുക്ക് കാണാം. അങ്ങനെ ഒരു വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ ലോകം വളരെ അബദ്ധജടിലമായ ഒരു ലോകത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഈ കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് പുതിയ ഒരു ആവേശത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെയാകുന്നത്? പൂർണ്ണമായി നമുക്ക് കുട്ടികളെ കുറ്റപ്പെടുത്താൻ നിവൃത്തിയില്ല. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇനി നിങ്ങളുടെ സൂചന അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ നല്ല രീതിയിൽ മക്കളെ സ്നേഹിക്കാത്തിടത്തോളം കാലം ഈ കുട്ടികളെ വെറുതെയിൽ നമ്മൾക്ക് കിട്ടുകയില്ല. ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്നേഹിക്കേണ്ടുന്ന പ്രായം കുട്ടിക്കാലത്തല്ല. 2 വയസ്സിന് മുമ്പ് കുട്ടികളെ സ്നേഹിക്കേണ്ടെന്ന് കാര്യമേ ഇല്ല. കാരണം സ്നേഹിച്ചാലും അവർക്ക് അത് ഓർമ്മയുണ്ടാകില്ല. ഉദാഹരണത്തിന് ഇതായിരിക്കുന്ന നമ്മളെല്ലാവരും 2 വയസ്സിന്റെ ഉള്ളിൽ 3500 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് മാതാവിന്റെ കയ്യിൽ നിന്നും മുലപ്പാല് വാങ്ങി കുടിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ എല്ലാവരും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. ആവറേജ് കണക്കനുസരിച്ച് 3500 പ്രാവശ്യം എന്നാണ് സൈക്കോളജിയുടെ കണക്ക്. അതെന്താ അതിന്റെ കണക്ക്? ഒരു ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും മാതാവിന്റെ അടുക്കൽ നിന്ന് ആ കുട്ടിക്ക് ഇത് കിട്ടും. 5 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം. ഹൗലൈനി കാമിലൈനി എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഹൗലൈനി കാമിലൈനി. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാധാകൃഷ്ണൻ, പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട തിരൂരിലെ ഡോക്ടർ രാധാകൃഷ്ണൻ ഹൗലൈനി കാമിലൈനി എന്ന് പറയുന്ന ഈ വാക്ക് എന്നോട് ചോദിച്ചു, ഖുർആനിലുള്ളതാണോ? ഒരിടത്ത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് അതെ ഖുർആനിലുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം അത് എഴുതി. എന്നിട്ട് എന്നോട് മലയാളത്തിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇത് പറയേണ്ടത് എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ആശ്ചര്യകരമായിട്ട് പറയാണ്, അതായത് പ്രകൃതിപരമായും അതേപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് ആയുർവേദത്തിലും 2 കൊല്ലം കൊടുക്കണമെന്ന് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ്. പക്ഷെ നിങ്ങളുടെ ഖുർആനിൽ 2 കൊല്ലം കൊടുക്കണമെന്ന് വാക്കുണ്ടെങ്കിൽ അത് എത്ര വലിയ അത്ഭുതമാണ്. ഹൗലൈനി കാമിലൈൻ, പരിപൂർണമായ 2 വർഷം. അത് നമുക്ക് 700 ദിവസമാക്കി എടുക്കാം. 730 സംതിങ് ദിവസം ഉണ്ടാവും. 700 × 5 എന്ന് പറഞ്ഞാൽ 3500. അതുകൊണ്ടാ പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ഒരാള് 3500 പ്രാവശ്യം മുലപ്പാല് കുടിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് കൈപ്പൊക്കിയാട്ടെ, ഒറ്റത്തവണെങ്കിലും ഉമ്മാന്റെ അടുത്തുനിന്ന് മുലപ്പാല് കുടിച്ച രംഗം ഓർമ്മയുണ്ടെങ്കിൽ. ആർക്കും പൊക്കാൻ കഴിയില്ല. സൈക്കോളജി പറയുന്നത് ആരെങ്കിലും പൊക്കിക്കഴിഞ്ഞാൽ പൊക്കിയ ആളുകൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതിനർത്ഥം ഒരു വട്ടം ചെയ്തത് നമ്മൾ മറക്കും, 10 വട്ടം ചെയ്തതും ചിലപ്പോൾ മറക്കും. പക്ഷെ 3500 പ്രാവശ്യം ചെയ്തതും നമ്മൾ മറന്നു. 2 വർഷത്തിന്റെ ഇടയിൽ എല്ലാ കുട്ടികളെ നോക്കണ്ട. പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണം. 2 വയസ്സിന്റെ ഉള്ളിൽ നോക്കുന്നതിനേക്കാൾ 2 വയസ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികളെ നോക്കുന്നത്. കുട്ടികളുടെ സ്റ്റേജസ് ഇങ്ങനെയാണ്. പഴയ വയസ്സന്മാരത് പറയുമായിരുന്നു. അത് സൈക്കോളജിയിലുള്ളതാണെന്ന് എങ്ങനെയായി വയസ്സന്മാർ മനസ്സിലാക്കിയെന്ന് നമുക്കറിയില്ല. കുട്ടി ജനിക്കുമ്പോൾ പൂക്കളെ പോലെയാണ്. ഉമ്മമാരും ചെറുപ്പക്കാരെല്ലാം